കുഞ്ഞുമക്കളെ, അപ്പൊ എല്ലാവരും കാത്തിരുന്ന് നമ്മുടെ ടീക്കുട്ടിയുടെ ആനുവൽ ഡേക്ക് ട്രാൻസിഷന് വേണ്ടി റെഡിയാക്കാണ്. അപ്പൊ ഇതാണ് ടീക്കുട്ടിയുടെ കോസ്റ്റ്യൂം. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി. അപ്പൊ ടീക്കുട്ടി ഭയങ്കര ഹൈറ്റ് വെച്ച പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ എൻറ്റയർലി നമ്മുടെ ആനുവൽ ഡേയുടെ മേക്കപ്പും അത് എങ്ങനെയൊക്കെയാണ് ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളാണ്. ആ കമ്മലൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്ന്, മേക്കപ്പും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ടീക്കുട്ടിയുടെ ഗാങ്സിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ടീക്കുട്ടിയുടെ കൂടെ കളിച്ച എല്ലാ കുഞ്ഞുമക്കളെയും കാണിച്ചു തരാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ എല്ലാ മുത്തുമണികൾ. ടീച്ചേഴ്സും സ്പെഷ്യൽ താങ്ക്സ് ടു ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പേരൻസ് എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ എൻറ്റയർ വീഡിയോ കണ്ടാലോ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് എൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. അതെ, പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു വട വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഇത്. അപ്പോൾ ഇത് നിമിഷാൻ്റെ വീണ്ടും ചെറിയൊരെണ്ണം വാങ്ങി. ഇത് പറ്റില്ല എന്ന് പറഞ്ഞ, പക്ഷേ നമുക്ക് സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത് മുടിയെല്ലാം ഇത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. നിമിഷാൻ്റെക്ക് ഉണ്ടോ ഇതൊക്കെ അറിയണോ ടിയ? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് ടീക്കുട്ടിയുടെ കോസ്റ്റ്യൂം. കാരണം വെച്ചാൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കണമെങ്കിൽ ഫ്രണ്ടിലെ സിബോ ഇല്ലെങ്കിൽ ബാക്കിലെ സിബോ ഉള്ള ഡ്രസ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ടീക്കുട്ടിയുടെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കാമല്ലോ ടിയ. നീ എവിടെയാ നോക്കണേ? ഓക്കെ, അപ്പോൾ നമുക്ക് മുടി കെട്ടിയാലോ. വടയൊക്കെ കെട്ടാന്നുള്ള ഇങ്ങോട്ട് തല ഇതാക്കിക്കോട്ടോ. നമ്മുടെ ക്യാമറമാൻ എന്ന് പറയുന്നത് നമ്മുടെ അദ്ദിക്കുട്ടനാണ്. ഇത് എങ്ങനെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ടീക്കുട്ടി മറ്റേ ചെറിയ കൊമ്പ് തൊടാ. നീ ഷെയ്ക്കായി ഞാൻ ഇത് ചെയ്യുന്ന അറിയാം ചിച്ചു. ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ വട വെച്ചിട്ടുള്ളത്. ഇതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ചെക്കാ നീ ടോക്ക് ചെയ്യണ്ട ഗൈസ്. അപ്പൊ നമ്മളിത് ഇതുപോലെ ആക്കി 4 സൈഡിലേക്ക് നമ്മളിങ്ങനെ ടീക്കുട്ടിയുടെ ഹെയർ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ എല്ലാ സെക്ഷനിലും ആക്കിയിട്ടുണ്ട്. ടീക്കുട്ടി ഇനി ആ മറ്റേ ഇതൊന്നും തന്നേടാ. ഏതാ നിന്റെ മറ്റേ സാധനം? ചരട് എങ്ങനെയാ കിട്ടുക ഗൈസ്? ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണോ കിട്ടുക? അപ്പൊ ഇതൊന്നും കറക്റ്റ് ആവണില്ല. അയ്യോ, ഏകദേശം ഈക്വൽ പോർഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് സക്സസ് ആവുന്നില്ല ഗൈസ്. പെട്ടുന്നാ തോന്നുന്നു. ടിയ നോക്കിയേ, എന്റെ സ്കൂളിലത്തെ ആനുവൽ ഡേ ആണ്. ഗൈസ് അദ്ദിക്കൂട്ടിനുണ്ട്, പക്ഷെ ഗൈസ് അദ്ദിക്ക് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം മടിയായിട്ട് നിന്നിട്ടുണ്ട്. നമ്മള് ബാക്ക് ഒന്ന് കാണിച്ചേ. ഇതുപോലെ കെട്ടിട്ടാണ് എന്റെ കഴുത്ത് ഇപ്പോഴും വേണിച്ചിട്ട് വയ്യ ഗൈസ്. ഓക്കെ, അപ്പോൾ ആനുവൽ ഡേക്ക് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കമ്മലൊക്കെ കഴിച്ചു ഗൈസ്. അപ്പൊ ഇത് നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള കിളിങ്ങ മണികളൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുണ്ട്. മമ്മക്ക് ഇഷ്ടപ്പെടുന്നു തോന്നി. അയ്യേ, അല്ല മമ്മക്ക് നല്ല രസമുണ്ട്. അല്ല, വലിയൊരു പൂ. എനിക്ക് ആ പൂ ഇഷ്ടപ്പെട്ടില്ല. പൂ ഇഷ്ടപ്പെട്ടില്ലേ? ശരി, നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഫേക്ക് പൂ തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഇത്രയുണ്ട്. നമുക്ക് നോക്കടാ. മമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രാൻസിഷൻ റെഡി ആയിക്കോളൂ. അപ്പൊ ഇനി കാണുന്നത് ടീക്കുട്ടിയുടെ ഔട്ട്ഫിറ്റിലാണ്. അപ്പൊ കൈ എങ്ങനെ വെച്ചോളൂ. റെഡി? ഇങ്ങനെ നീ കൈ വെക്കേ. ഓക്കെ, ഇങ്ങനെ വെക്ക്. ഓക്കെ, ആ അപ്പൊ ഇതാണ് മേക്കപ്പ്. ടീക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ. അപ്പൊ മേക്കപ്പ് ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ മേക്കപ്പ് ഇട്ട് സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ട്. പാട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്? പിങ്ക് കളർ ആയിട്ടില്ല. ഇത് ഓക്കെയാണ്. ഇത് അല്ലാതെ നീ ഒന്നും ചെയ്യില്ല. എല്ലാവരും മേക്കപ്പ് റൂമിലാണോ? ടീക്കുട്ടി ഒരു അവാർഡിന് വന്നതായിരുന്നു കേട്ടോ. She has about 4.5 million followers, thus touching many lives. We are honored to present the special award to Tia Rajesh, the young YouTuber. So here's Tia on stage. Congratulations dear Tia for your phenomenal success. അങ്ങനെ ടീക്കുട്ടിയുടെ മേക്കപ്പ് എന്ന് പറയുന്നത് നോക്കിട്ടിയ എങ്ങനെയുണ്ട്? അവാർഡ് കാണിച്ചേ നേരെ കാണിക്കൂ ഗൈസ്. അങ്ങനെ ഇത് പോപ്പുലർ കിഡ്സ് യൂട്യൂബർ അവാർഡ് നേടിയിരിക്കുകയാണല്ലേ ടിയ. കമ്മൽ നോക്കട്ടെ. ഓ, ഇതാണ് നീ പറഞ്ഞ കമ്മൽ. നിനക്ക് പോവല്ലേ പെണ്ണെ? പിന്നെ എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞോ? ഡാൻസ് കഴിഞ്ഞോ? അല്ല, മേക്കപ്പ് കഴിഞ്ഞോ? അപ്പോൾ ടീക്കുട്ടിയുടെ മേക്കപ്പ് ലുക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേടാ? ഫോട്ടോയിൽ കാണാൻ, അല്ല സോറി, വീഡിയോയിൽ കാണാൻ നന്നായിട്ടുണ്ടടാ. ഓക്കെ,
നീ നന്നായി കളിക്കണം ചിരിച്ചിട്ട്. ഓക്കെ ഗൈസ്, ഓർണമെന്റ്സ് ഒന്നും കുഴപ്പമില്ല. വള കാണിച്ചേ, വള നോക്കട്ടെ. പൊളിച്ചടുക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ നമ്മുടെ ടീക്കുട്ടിയുടെ ഡാൻസ് മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താം കേട്ടോ. എന്ത് സുന്ദരി മണികളായിട്ടാണ് നിൽക്കുന്നത് നോക്കി. അങ്ങനെ എല്ലാവരെയും നമ്മൾ എന്താ പറയുക, ഓർഡർ അനുസരിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ ഫേസ് ഒന്ന് കാണാൻ നോക്കി, എന്ത് ക്യൂട്ടായിട്ടാണ്. അതുപോലെ മേക്കപ്പ് ആണെങ്കിൽ ഓവറായിട്ടൊന്നുമില്ല. കുറേ പേർക്ക് ഡൗട്ടായിരുന്നു ഓവറായിട്ടുണ്ട് ഒന്നുമില്ല. എല്ലാ മക്കളുടെയും കാണാൻ അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ 2 ടീച്ചേഴ്സ് ആട്ടോ ഈ ഡാൻസ് മുഴുവൻ അറേഞ്ച് ചെയ്ത്. അതുപോലെ തന്നെ അവർക്കൊരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കളുടെ പേരൻസും. അതുപോലെ ഈ ഒരു ഇതിൽ പേര് ദിയാന്നോ അങ്ങനെ എന്തോ ഒരു കുഞ്ഞു മോളുണ്ട് കേട്ടോ. മോൾക്ക് പനിയായി കാലത്ത് ഡ്രിപ്പ് കയറ്റിയിട്ട് വന്നൊരു അവസ്ഥയും കൂടി ഉണ്ട്. അതൊന്നും ഇവിടെ ആരുടെയും ഫേസിലില്ല. അപ്പോൾ ഈ ടീം അടിപൊളി. ഈ ടീം എന്നല്ല കേട്ടോ, നമ്മുടെ സ്കൂളിലെ എല്ലാ ടീംസും അടിപൊളിയാണ്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിൻ്റെ മഴ ടീം ഡാൻസ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ടീച്ചേഴ്സാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രമാത്രം അവർ സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ വീഡിയോസിൽ കാണാം. അപ്പോൾ മെല്ലെ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടാലോ ഗൈസ്. അങ്ങനെ ഇഷിത അടക്കം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊട കാണിച്ചേ. ഓ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഡാഡി എക്സ്പ്രഷൻ ചെയ്താൽ മുഴുവൻ കാണാം. എന്തൊക്കെയാ പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. റെഡി? ഓക്കെ ബൈ. റെഡി? വെയിറ്റ്. ഓ സുന്ദരി മണികൾ. ഓ എല്ലാരും ഹായ് പറയേ. ടീച്ചേഴ്സ് നിമിഷാനിനെ ഓട്ടിക്കില്ലേ? എന്താ നിങ്ങളുടെ പാട്ടിന്റെ പേര്? ചെയ്യാണോ? ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി കളിക്കില്ലേ ഗൈസ്? നമ്മുടെ ടീക്കുട്ടർ ഡാൻസ് വന്നിട്ടുണ്ട്. അല്ല, ഇനി അവർക്ക് ഡിസ്റ്റർബൻസ്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വിത്തിനെ നനച്ച് തളിരിൽ വിരിയിക്കുന്നവൻ മഴ. ഗ്രീഷ്മാനുഭത്തിൽ സാന്ത്വന ഗീതമായവൻ. ഒരു വഴിയേ ഈ മഴ
the best in them. So let's nurture it and see it blooming all around.